ഇനിയിപ്പോ AICCക്ക് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പാർട്ടിയെ വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി ആഗ്രഹിക്കുന്ന രീതിയിൽ നയിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായൊരു യാത്രയപ്പ് കൊടുത്ത് അദ്ദേഹത്തോട് വിടവാങ്ങാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ മാറ്റി ഇത്തരം കൺഫ്യൂഷൻസ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തെ മാറ്റുന്നില്ല, അതിനിടയ്ക്ക് ഇവിടെ പ്രതിഷേധം വരുന്നു, കെ മുരളീധരൻ പലതും കടത്തി പറയുന്നു, ശശി തരൂർ പിന്താങ്ങുന്നു, അതേ ചൊല്ലി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസ്താവനയായിട്ട് രംഗത്ത് വരുന്നു, നേതാക്കൾ സംയമനം പാലിക്കണം, ചെറുപ്പക്കാരെ കണ്ടുപിടിക്കണം, ഇങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ വരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിച്ചത് ഉദ്ദേശം തന്നെ അദ്ദേഹത്തെ മാറ്റാൻ തന്നെയായിരുന്നു. ആ മാറ്റാനുള്ള തീരുമാനം എടുത്ത് അദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹത്തെ യാത്രയാക്കി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും കൂടാതെ ഇങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയോ അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയോ ചെയ്യില്ലായിരുന്നു. അപ്പൊ മാറ്റാൻ അവർ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ആ തീരുമാനം അപ്പൊ തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം പിന്നീട് അതേ ചൊല്ലി ഒരുപാട് ഈ പ്രസ്താവനകൾ വന്ന് പൊതു അന്തരീക്ഷത്തിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ വീണ്ടും മോശമാകുന്നു, നേതാക്കൾ 2 ചേരിയിലായിട്ട് നിന്ന് പരസ്പരം അംഗം വെട്ടുന്നു, അനാവശ്യമായ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നു, പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു, വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവുന്നു. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ഇനിയിപ്പോ അദ്ദേഹത്തെ മാറ്റിയതിനു ശേഷം ഇതെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് പലപ്പോഴും പല ഘട്ടത്തിലും AICC അതിന്റെ ആ ഒരു ശൈലി അവർ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇത്രത്തോളം വിവാദമാകേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞയക്കൊന്നും അല്ല. 4 വർഷം അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ആ 4 വർഷക്കാലം അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വിജയകരമായിട്ട് 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻപിച്ച വിജയം പാർട്ടിക്ക് നേടിക്കൊടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടിക്കൊടുത്തു. ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ നിലയ്ക്ക് പിന്നെ അണികളെ ഉത്തേജിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന പഴയ കെ സുധാകരനിൽ നിന്ന് ഇപ്പോഴത്തെ കെ സുധാകരനിലേക്ക് അല്പം ദൂരം ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കുറവാണ്. ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു മോശം KPCC പ്രസിഡന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അതുകൊണ്ട് തന്നെ അങ്ങനെ അമാന്യമായ ഒരു വിടവാങ്ങലല്ല അദ്ദേഹം അർഹിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടമാണിത്. 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ആ തീരുമാനം നടപ്പാക്കണം. അതല്ല മാറ്റേണ്ട അനിവാര്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പാർട്ടി ഈ രീതിയിൽ ഉള്ള ഒരു ഘട്ടത്തിൽ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സമയം കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ എത്രത്തോളം പിന്തുണയുണ്ട്. ഇപ്പോ AICC ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അദ്ദേഹത്തിന് ഇത് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സർവേ ടീമിന്റെ കനകോലുവിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിനെതിരാണെന്ന് പറയുന്നു. ഒരു വിഭാഗം അദ്ദേഹത്തെ മാറ്റണമെന്ന് കേരളത്തിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു ഘടകം സുധാകരന് പകരം ആര്? ആ വരുന്നയാള് സുധാകരനേക്കാൾ മികച്ച ഒരാളല്ലെങ്കിൽ സുധാകരനെ മാറ്റുന്നത് കൊണ്ട് ഈ കൺഫ്യൂഷനും ഈ പാർട്ടിക്കകത്ത് കൂടുതൽ അഭിപ്രായ ഭിന്നതകളും അന്തഛിദ്രങ്ങളും അല്ലാതെ മറ്റെന്താണ് അതുകൊണ്ടുണ്ടാകുന്ന നെറ്റ് റിസൾട്ട്? അവിടെ എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ സുധാകരൻ അങ്ങനെ മാറ്റാൻ പാടില്ലാത്ത ആരുമില്ല ഈ പാർട്ടിക്കകത്ത്. മാറ്റാം. പാർട്ടിക്ക് AICC ആണ് നിയമിച്ചതെങ്കിൽ അതേ AICCക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ പാർട്ടിക്ക് അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങാതെ നേതാക്കൾ പരസ്പരം ചേരിതിരിഞ്ഞ് പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി കുറെ കൂടി ഭംഗിയായി, കുറെ കൂടി മാന്യമായി, കുറെ കൂടി അന്തസ്സായ രീതിയിലുള്ള ഈ കാര്യങ്ങൾ കൊണ്ടുപോകാമായിരുന്നു. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളത് AICCയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം AICC അധ്യക്ഷനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ 2 പേരും അദ്ദേഹത്തോട് കണ്ട് സംസാരിച്ചു, അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടും അദ്ദേഹം അന്ന് അവിടെ വെച്ച് സംസാരിച്ച രീതി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വഴങ്ങുന്നു, ഞാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ പോകും. പക്ഷെ കേരളത്തിൽ വന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സ്വരം മാറുന്നു, അദ്ദേഹത്തിന്റെ ലൈൻ മാറുന്നു, അദ്ദേഹത്തിന്റെ പിന്നിൽ ചില നേതാക്കളൊക്കെ ഉണ്ട്. കെ മുരളീധരനെ പോലുള്ള ഒരു വളരെ ശക്തമായി രംഗത്ത് വരുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ആരും തൊടില്ല, എന്റെ രക്തത്തിന് വേണ്ടി ചിലർ ദാഹിക്കുന്നുണ്ട്, എന്നെ മൂലക്കിരുത്താൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്നും നടക്കില്ല, എന്നെ എന്തിനു മാറ്റണം, എനിക്ക് എന്താണ് ആരോഗ്യ പ്രശ്നം, പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം തുടങ്ങിയ പഴയ M. ജോണിന്റെ സൂക്തം പോലുള്ള ചില സൂക്തങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഇത്രയൊന്നും പറയിക്കേണ്ട കാര്യമില്ല, ഇത്രത്തോളം ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെയാണ് AICCക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും ഈ കാര്യങ്ങളിൽ ഒന്നുകിൽ അദ്ദേഹത്തെ മാറ്റുക, അല്ലെങ്കിൽ മാറ്റുന്നില്ല എന്ന് തീരുമാനിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തന്നെ നയിക്കട്ടെ. പാർട്ടിയിൽ കൂടുതൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായിട്ട് സംസാരിച്ചു. അവരിൽ വലിയൊരു വിഭാഗം
ആന്റോ ആന്റണിയെ പ്രസിഡന്റ് ആക്കുന്നതിനെ എതിർക്കുന്നു എന്നൊക്കെയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. ഇതിനിടയിൽ കെ സുധാകരൻ തന്നെ എ കെ ആന്റണിയെ കണ്ട് എന്നെ അപമാനിക്കരുത്, പരസ്യമായിട്ട് ഒരു ചർച്ചയുണ്ടാക്കി എന്നെ അപമാനിക്കരുത്, അദ്ദേഹത്തിന്റെ വേദനകൾ പരാതി അദ്ദേഹം എ കെ ആന്റണിയെ ധരിപ്പിച്ചു എന്നും പറയുന്നു. അപ്പൊ ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഇന്നലെ കണ്ട ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ഇന്നലെ കണ്ട ഒരു മൂർച്ചയൊന്നുമില്ല. ഇന്ന് അദ്ദേഹം കുറെ കൂടി അനിവാര്യമായ ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന മട്ടിലേക്ക് പോകുന്നു. പക്ഷെ പോകുമ്പോൾ എന്നെ അപമാനിക്കരുത് അല്ലെങ്കിൽ എന്റെ വേദന കൂടി മനസ്സിലാക്കണം എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇത്രത്തോളം ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇത് കുറെ കാലമായില്ല തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ളവരൊക്കെ പത്രസമ്മേളനം നടത്തുന്നു. ചെറുപ്പക്കാർക്ക് പലതും പറയാനുണ്ട്, പക്ഷെ അതുകൂടി താങ്ങാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല. മുതിർന്നവർ കുറെ കൂടി സംയമനം പാലിക്കണം, പാർട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ രീതിയിൽ പറയുന്നത് അത് സത്യം പറഞ്ഞ ഇവിടുത്തെ എല്ലാ നേതാക്കൾക്കും ബാധകമാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പക്കാർ എന്ത് പ്രശ്നമാണ് പാർട്ടിയിൽ ഉണ്ടാക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നതിനകത്ത് പ്രസക്തിയുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം വേറെ. അതിനി വേറൊരു വിവാദമായിട്ട് വളരാനും സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കാര്യങ്ങൾ ഇനിയും കുഴഞ്ഞു മറിയാൻ തീരുമാനമെടുക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചത്. വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.